ചക്കര മുട്ടേ ചക്കര വാവേ കോഴിയക്കളയല്ലേ കോഴിയക്കളയല്ലേ ആ കോഴിയക്കളയല്ലേ കോഴിയുണ്ട് ആ കോഴിയിട്ട മുട്ടയുണ്ട്. അപ്പൊ പാകവളക്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഇതെല്ലാം വെച്ച് നമ്മുടെ പരിപാടി ചിക്കൻ ആംബ്ലേറ്റ് പറയണ്ടേ. അപ്പം നമ്മുടെ ചിക്കൻ ക്ലീനർ അമൽ ഇന്നും ചിക്കൻ ക്ലീൻ ചെയ്യുകയാണ്. ഓടിക്കൊണ്ടുപോയി ക്ലീൻ ചെയ്തിട്ടോ. ഞാൻ തന്നെ മാത്രം നിന്റെ നീ കഴുകുന്നതിന് അത്രയും കഴുകുന്ന വ്യക്തമായിട്ട് കഴുകാൻ വേറെ ആരെങ്കിലും പോയിട്ടോ ഓടിയാ. അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചിക്കൻ വേവിച്ചെടുക്കാൻ പോവാണ്. അപ്പം കുക്കറിൽ ഇട്. അപ്പോൾ കഴുകിയെടുത്ത ചിക്കൻ എങ്ങനെയാലും ഇട് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തിലേക്ക് നമുക്ക് ശകലം മഞ്ഞപ്പൊടി ഉപ്പും ഇട്ട് കൊടുക്കാം. മഞ്ഞൾപ്പൊടി. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ഓംലെറ്റിന് വേണ്ടിയിട്ടുള്ള പച്ചക്കറികൾ അരിഞ്ഞെടുക്കാം. ക്യാരറ്റ് ഇതാ നോക്കി നിൽക്കുക. ചേച്ചാത്തി എടുക്കൂ, പരിപാടി തുടങ്ങൂ. എനിക്ക് പോകുന്നില്ല, നല്ല മുറിച്ചുള്ള സവാള, അപ്പോൾ അതേ നമ്മൾ നമ്മുടെ ചിക്കൻ കുക്കറിൽ വെച്ച് അടിക്കാൻ പോവുകയാണ്. മലയാളി ഒരു മാറി മറന്നുപോയി. ഗ്യാസ് ഓണാക്കണം. ഗ്യാസ് ഓണാക്കാൻ മറ്റേ ലൈറ്റർ എടുത്തില്ല. ലൈറ്റർ എടുത്ത് ഓടിപ്പോട്ടു. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കൻ വെച്ചിട്ടൊരു 2 വിസിൽ കൊടുത്തെടുക്കാൻ പോവാണ്. നമുക്ക് വേവിച്ചെടുക്കണം. അല്ലെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞെടുത്താൽ മതി. നമുക്ക് പെട്ടെന്നുള്ള പരിപാടിക്ക് വേണ്ടി നമുക്ക് വേവിച്ചെടുക്കാം. എന്നിട്ട് മൊത്തം എല്ലിൻ്റെ അകത്ത് നിന്ന് വേർതിരിച്ചെടുക്കാം. ഒന്നും പിടിക്കല്ലേ. അപ്പോൾ നല്ല ആവി പറക്കുന്ന ചിക്കൻ. പിന്നെ നമുക്ക് ഇങ്ങനെ പറിച്ചെടുക്കാം. അതിൻ്റെ അകത്ത് നെല്ലെല്ലാം മാറ്റി അതെ ചിക്കൻ നമുക്ക് വേർതിരിച്ചെടുക്കാം. നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ വേണ്ട നമ്മുടെ ചിക്കൻ നല്ല പീസായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നമ്മുടെ വെജിറ്റബിളും ചിക്കനും എല്ലാം കൂടെ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിനുവേണ്ടി പാത്രം വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ അവിടെ ഇരിക്കുക. എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോൾ എണ്ണ ചൂടായി നമുക്കിനി നമ്മുടെ ചിക്കൻ ഇട്ട് കൊടുക്കാം. നമ്മൾ ചിക്കൻ മൊത്തം തട്ടി കൊടുക്കുകയാണ്. നമ്മൾ ആദ്യം തന്നെ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ചിക്കൻ ഒന്ന് നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി വരാൻ വേണ്ടിയാണ് അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഏകദേശം ഒന്ന് വെള്ളമൊക്കെ ഇറങ്ങിപ്പോയി ഒന്ന് ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അതിലോട്ട് ഇപ്പോൾ സവാള ഇട്ട് കൊടുക്കാം. സവാളയും ക്യാരറ്റും കുറച്ചുകൂടെ ഇട്ടോ. സവാള കുറച്ചിട്ടോ. ക്യാരറ്റ്, സവാള, ആ പച്ചമുളക് എല്ലാം ഇട്ടോ. സവാള കുറച്ച് ഇട്ടോ. സവാള ഇട്ടോ. ഇനി ആ പച്ചമുളക് ഇട്ടോ. നല്ല അവസാനം തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടോ. അപ്പോൾ എല്ലാം കൂടി ഇട്ട് നമുക്ക് ഒന്ന് ഡ്രൈ ആക്കി എടുക്കാം. ഇട്ടോ തക്കാളി ഇട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മിക്സാക്കി എടുത്താൽ മതി. ചെറുതായിട്ടൊന്ന് വെന്ത് വന്നാൽ മതി. അപ്പോൾ നമുക്ക് ചെറുതായിട്ടൊന്ന് അടച്ച് വെച്ചിട്ട് ഇതൊക്കെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 10 സെക്കൻഡ് അടച്ചു വെക്കാം. നമ്മുടെ ചിക്കൻ്റെ അകത്ത് കിടന്ന പച്ചക്കറിയുടെയൊക്കെ ആ ഒരു പച്ച ചുവ മാറിയിട്ടുണ്ട്. ചെറിയൊരു വേവ് വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ അകത്തിലേക്ക് നമുക്കിനി മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കാം. ലേശം മഞ്ഞൾപ്പൊടി. ഓക്കെ. ഇതിലേക്ക് നമുക്കിനി ഗരം മസാല ഇട്ട് കൊടുക്കാം.
ഗരം മസാല, മസാല പൊടിച്ചെടുത്ത ഗരം മസാല. അതെ, നല്ല നാടൻ ഗരം മസാല. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടി. അങ്ങോട്ട് ഇളക്ക് മലയാളി അങ്ങോട്ട്. ആഹാ, കുരുമുളക് പൊടി ഇടാം. കുരുമുളക് പൊടി അങ്ങോട്ട് ചേർക്കെടുത്ത്. അതും നമ്മൾ പൊടിച്ചെടുത്താണ് വേണ്ട. നമ്മൾ ഒരുപാട് പൊടിഞ്ഞിട്ടില്ല, നമ്മൾ ആ തരിയൊക്കെയുള്ള ഒരു പൊടിയാണ്. ആഹാ, മതി. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ചിക്കൻ ഉപ്പിട്ട് വേവിച്ചാണ്, അതുകൊണ്ട് ലേശം ഉപ്പ് മതിയാവും. ബാക്കി നമുക്ക് മുട്ടയ്ക്ക് നമുക്ക് ലേശം നമുക്കിട്ട് കൊടുക്കാം. ആഹാ, നല്ല മണം വന്ന് തുടങ്ങി. എങ്ങനെയുണ്ട് രേഷേ? നല്ല മണമുണ്ട്. എങ്ങനെയുണ്ട് മോനെ? നല്ല മണമുണ്ട്. രണ്ടാമത്തെ ഞാൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കൻ നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. പൊള്ളിയില്ല, നൈസായിട്ട് ഇപ്പം പൊള്ളിയാണ്. അപ്പോൾ അതെ, നൈസായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മാറ്റി വെച്ചേക്കാം. ഇനി നമുക്ക് നമ്മുടെ ഓംപ്ലേറ്റ് ആംപ്ലേറ്റ്. ഓക്കെ, ഇനി നമുക്ക് ആംപ്ലേറ്റ് അടിക്കാം. പിന്നെ ഞാൻ എതുക്കടാ. അപ്പോൾ ഇതേ പാൻ അമേരിക്ക നമ്മൾ വെച്ച് കൊടുക്കുകയാണ്. വെച്ച് കൊടുത്തിരിക്കുന്നു. മുട്ട സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം. ഒരു മുട്ട, കിട്ടി. 2 മുട്ട. അപ്പോൾ മുട്ടയ്ക്ക് വേണ്ടി നമ്മൾ ഉപ്പിട്ട് കൊടുക്കുകയാണ്. മതിയാവും. ഇനി സ്പൂൺ അടിയോടടി ഇങ്ങനെ പിടിക്കുക. അപ്പോൾ നമ്മൾ ഒഴിക്കാൻ പോവാണ്. മുട്ട ഒഴിക്കാൻ പോവാണ്. ഒഴിച്ചോട്. ഇപ്പം മുന്നേ ഇതിലേക്ക് നമ്മൾ ചിക്കൻ ഇട്ട് കൊടുക്കുകയാണ്. ആവശ്യത്തിന് ചിക്കൻ. ലേശം മല്ലിയില ഇട്ട് കൊടുത്തേ. മല്ലിയില ചെറുതായി. ഒത്തിരി വേണ്ട, ലേശം മതി. ഓക്കെ, നമ്മുടെ ചിക്കനൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിസ്സ മോഡലുണ്ടല്ലോ. അതെ, പിസ്സ. പിന്നെ നമുക്കിത് ചുരുട്ടിയെടുക്കാം. കുറച്ചുകൂടെ ഓംപ്ലേറ്റ്. പിന്നെ നമുക്കിതിനെ മടക്കി കൊടുക്കാം. ആഹാ, ചുറ്റിക്ക് വേണോന്നൊരു സംശയം. ചുറ്റി. വന്നടാ. ചിക്കൻ ഓക്കെ, മല്ലിയില. ഓക്കെ, അങ്ങനെ ചുരുട്ടി എടുക്കൂരാമോ. ചുരുട്ടി പൊള്ളുന്നുണ്ട് അങ്ങനെ. മല്ലിയില മല്ലി ചപ്പ. പ്രോ ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ അതേ നമ്മുടെ ആംപ്ലേറ്റ് നല്ല അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് കഴിച്ചു നോക്കാം. ക്യാമറമാൻ ഇവിടെ വരൂ. നല്ല ഫില്ലിംഗ് ഒക്കെ നല്ല സൂപ്പറായിട്ട് ഞാൻ കഴിച്ചു നോക്കാൻ പോവാണ്. ആദ്യം ഞാൻ അഭിപ്രായം പറയട്ടെ. തുടരുത്. ഞാൻ കഴിച്ചു നോക്കട്ടെ, അഭിപ്രായം പറയാം ഗൈസ്. കിട്ടുന്ന സാധനം അടിപൊളി. അതിന് കഴിച്ചോ ഇതുപോലെ. കൊള്ളാം കഴിക്കേ. വീഡിയോയിൽ എടുത്തില്ല. എടുത്തോണ്ട് പോടാ. എങ്ങനെയുണ്ട്? എടാ ഇപ്പം ഞാൻ എനിക്കുള്ളൂ. സൂപ്പർ തന്നെ. കഴിച്ചു നോക്കിയിട്ട് അഭിപ്രായം പറയാം. എങ്ങനെയുണ്ടോ?
നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ നമ്മളിതേ നമ്മുടെ പേരൊക്കെ എഴുതിയിരിക്കുന്ന മൊത്തം നമ്മുടെ ആംപ്ലേറ്റാണ്. പാകോളോക്സിൻ്റെ പാകം എഴുതിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കുക. സൂപ്പർ സാധനമാണ്. ഇങ്ങനെ ഓംപ്ലേറ്റ് ഉണ്ടാക്കി നല്ല ഷവർമ പോലെ ഇങ്ങനെ ചുരുട്ടി പിടിച്ച് കഴിച്ച് നോക്കുക. അപ്പോൾ ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഹലോ സബ്സ്ക്രൈബ് ചെയ്യാൻ പറ. താങ്ക് യു പറഞ്ഞ പോലെ മോനെ സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ ടാറ്റ. അതുകൊണ്ട് താനം പിന്നെന്താ പറ. കഴിച്ച് നോക്കിയിട്ടേ പറയത്തുള്ളൂ. ആ കിടുക്കാച്ചി ആണ്ടേ എന്നാ കഴി. അടി